ഹലോ. 27 വർഷങ്ങൾക്ക് മുൻപേ 1998 ജൂൺ 4-ാം തീയതി ജെയിംസ് ഷീജ ദമ്പതികളുടെ ഇടയിലേക്ക് മൂന്നാമതൊരു കുരിപ്പ് കൂടെ കടന്നു വന്നു കേട്ടോ. ആ കുരിപ്പ് വളർന്നു വലുതായിട്ടാണ് ഇപ്പോൾ ദാ നിങ്ങൾ കാണുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് വോയിസ് ഓവർ പറയണത്. യെസ്, ഇറ്റ്സ് മൈ 27th ബർത്ത്ഡേ. എനിക്ക് 27 വയസ്സായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എൻ്റെ കുട്ടിക്കളിയും ഈ തുള്ളിച്ചാടി നടക്കുന്നതൊക്കെ നേരിൽ കണ്ടാൽ നിങ്ങൾക്കും തോന്നില്ല കേട്ടത്. എന്താ ചെയ്യുക, ഞാൻ വളർന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മനസ്സും വളർന്നില്ല എന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ നിങ്ങളെ പ്രസവിക്കാൻ പോയ നേരം ഹോസ്പിറ്റലിൽ പോയ കഥയും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാ? ഇല്ലെങ്കിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചോദിച്ചേക്കിട്ടാ. എന്നെ എൻ്റെ മമ്മി പ്രസവിക്കാൻ പോയ സ്റ്റോറി ഞാൻ പറഞ്ഞു തരാം. അപ്പം എന്നെ പ്രസവിക്കാനുള്ള പ്രസവവേദന മമ്മിക്ക് വരുമ്പോഴേ മമ്മിയാണെങ്കിൽ മൂത്ത രണ്ടാളുടെ ഡ്രസ്സുകളൊക്കെ അലക്കായിരുന്നു കേട്ടോ. അങ്ങനെ വേദന വന്നപ്പോൾ മമ്മി പപ്പയുടെ അമ്മോട് ചെന്ന് പറഞ്ഞു എനിക്ക് വേദന വരുന്നുണ്ടെന്ന്. അപ്പോൾ അമ്മാമ്മ കുറച്ച് ചൂടുവെള്ളം ആക്കി കൊടുത്തു. അങ്ങനെ ബാക്കി വന്ന തുണി അലക്കിയിട്ട് അമ്മാമ്മ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു കുളിയും പാസ്സാക്കി 1 കിലോമീറ്റർ നടന്നിട്ടാണ് കേട്ടോ അവർ ഹോസ്പിറ്റലിൽ പോയത്. അന്ന് പപ്പയ്ക്കാണെങ്കിൽ ഒരു കല്യാണ വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയിക്കായിരുന്നു. അങ്ങനെ പപ്പയുടെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. കൂട്ടുകാരൻ്റെ പേര് സന്നൻ, ഞങ്ങൾ സന്നൻ ചേട്ടൻ എന്ന് വിളിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയതും മമ്മി ലേബർ റൂമിൽ കയറിപ്പോയി എന്നെ പ്രസവിച്ചു കേട്ടോ. ആ സമയത്ത് നഴ്സുമാരെ അമ്മാമ്മേനെ ബില്ലടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് വിട്ടു ഇത്ര. ആ സമയത്താണ് സന്നൻ ചേട്ടൻ്റെ വരവ്. അങ്ങനെ മമ്മി എന്നെ പ്രസവിച്ചിട്ട് എന്നെ ആദ്യമായിട്ട് കയ്യിലെടുത്തത് സന്നൻ ചേട്ടനാണ് കേട്ടോ. അതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലെ ഒരാളാണ് കേട്ടോ സന്നൻ ചേട്ടൻ. ഇതാണ് എൻ്റെ മമ്മി പ്രസവിച്ച കഥ. 27 വർഷങ്ങൾക്കപ്പുറം ഞാൻ ഇന്ന് സന്നൻ ചേട്ടൻ്റെ നമ്പർ പപ്പോട് ചോദിച്ചു വാങ്ങിച്ചിട്ട് പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ടായിട്ടാ. പുള്ളി ഇപ്പോൾ ചെന്നൈയിലാണ്. വിളിച്ചപ്പോൾ ഉണ്ടല്ലോ പുള്ളി പറയുന്നത് ഇന്ന് പുള്ളിയുടെ പിറന്നാളാണെന്ന്. എന്താ അല്ലേ. ബർത്ത് ഡേറ്റ് വരുന്നത് ജൂൺ 22-നാണ്. അതെനിക്കൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ആളോട് വർത്താനം പറഞ്ഞ് ഫോൺ വെച്ചു. എന്നിട്ട് ആ കോൾ റെക്കോർഡ് ഞാൻ പപ്പയ്ക്കും മമ്മിക്കും അയച്ചു കൊടുത്തുട്ടാ. അവർക്ക് അതൊരു സന്തോഷം. കാര്യം ചെറുതാണെങ്കിലും എന്നെ ഭയങ്കര ഹാപ്പി ആക്കിയിട്ട് അത്. അപ്പം നമുക്ക് പ്രസൻറ്റ് ലൈഫിലേക്ക് വരാം. ഇന്നൊരു ഡ്യൂട്ടി ഡേ ആയതുകൊണ്ട് തന്നെ ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. മാത്രമല്ല ഇത്തവണത്തെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് പോലും മുറിക്കേണ്ടെന്ന് വിചാരിച്ച് എനിക്ക് 3 കേക്ക് മുറിക്കേണ്ടി വന്നായിരുന്നു കേട്ടോ. ആൻസിംബ്രോൻ്റെ വക ഒരു സർപ്രൈസ് ഗിംബലും ഒരു കേക്ക് കട്ടിങ്ങും ഒരു ഡിന്നറും കൂടി ആയപ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേ കുഷ. പക്ഷെ ആ വീഡിയോ ഒന്നും എൻ്റെ ഫോണിൽ കയറാനുള്ള സ്പേസ് ഇല്ലായിരുന്നു.